ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഒരു ബേസിക് ഓപ്സ് കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? Inheritance is a fundamental concept in object-oriented programming where one class, that class is known as child or subclass, inherits properties and behaviors or fields and methods from another class called the parent or superclass. So, ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി വേറൊരു ക്ലാസ്സിൽ അത് ഇൻഹെറിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റിംഗ് ഓർ ഡിറൈവിംഗ് ദ പ്രോപ്പർട്ടീസ് ഫ്രം വൺ ക്ലാസ് ഡിറൈവിംഗ് ദ പ്രോപ്പർട്ടീസ് ഫ്രം അനദർ ക്ലാസ്, അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ബിഹേവിയറായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ കുറച്ച് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെയും പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ റിലേറ്റഡ് ആണ് അല്ലേ. ഇപ്പം പാരൻറ്റിൻ്റെ മാത്രം വരുവാണെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി ഒരു ചൈൽഡിന് എനിക്ക് എൻ്റെ പാരൻറ്റും എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെയും ഒരു ബിഹേവിയർ എനിക്കുണ്ടെങ്കിൽ അത് വേറെ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു കാറ്റഗറി ആണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറൈവിംഗ് ദ പ്രോപ്പർട്ടി and behaviors. The one class derives the property and behaviors from another class is known as, and the class that is the class that is inheriting the properties from another class is known as child class. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, that class is known as parent class or super class. That is, നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? The class whose properties are inherited is known as parent class or super class or base class എന്നും പറയും. Parent class or super class or base class എന്ന് പറയും. Then the class that inherits from the parent class. Parent classന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് ഓർ ഡിറൈവ്ഡ് ക്ലാസ്. സോ എനിക്ക് പറയാം ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് ഓർ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ്. ആൻഡ് പാരന്റ് ക്ലാസ് ഇസ് നോൺ ആസ് പാരന്റ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ് ഓർ ബേസ് ക്ലാസ്. So what is parent class? The class whose properties are inherited. The class that inherits the properties from the parent class are known as child class or subclass or derived class. So നമ്മൾ നോർമലി ഫിഗർ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പാരൻ്റ് ഓർ സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ ആരോ താഴെ കൊടുക്കും. ദാറ്റ് മീൻസ് ദ ചൈൽഡ് ഈസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഫ്രം ദ പാരന്റ് ക്ലാസ്. സോ നമുക്ക് അതിൻ്റെ ഒരു റിയൽ ലൈഫ് അനലോഗി നോക്കാം. റിയൽ ലൈഫ് അനലോഗി എന്ന് പറയുമ്പം നമുക്കൊരു വെഹിക്കിൾ ക്ലാസ് ഉണ്ട്. ഇവിടെ ഒരു വെഹിക്കിളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വെഹിക്കിൾ എന്നൊരു ബോക്സ് ഉണ്ട്, കാർ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞ ബോക്സ് എന്ന് പറയുന്നത് പാരന്റ് ക്ലാസ് ആണ്. കാരണം താഴോട്ട് ഒരു ആരോ പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് കാർ എന്ന് പറഞ്ഞ ക്ലാസ് ചൈൽഡ് ക്ലാസ്സും വെഹിക്കിൾ എന്ന് പറഞ്ഞ പാരന്റ് ക്ലാസ്. കാർ എന്ന് പറയുമ്പം inheriting the property from the base class or the parent class or the super class ആയ വെഹിക്കിൾ. സോ ഇതൊരു വെഹിക്കിൾ ക്ലാസ് ആണ്. ഇനി എല്ലാ വെഹിക്കിൾസിനും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാർ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാം. ഓക്കെ, വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാം. കാരണം കാറിനും എന്താണ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അത് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ എനിക്ക് ആ പ്രോപ്പർട്ടി എനിക്ക് എന്ത് ചെയ്യാം? വെഹിക്കിളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കോഡ് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈ കാർ യൂസസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസ് എന്ന് പറയും. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ജാവയിൽ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ത്രൂ എക്സ്റ്റെൻസ് കീവേഡ്. സോ അതെങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം നോക്കാം. സോ അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു മെയിൻ ക്ലാസ് എന്തായാലും കാണും. വോയിഡ് മെയിൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ് കാണും. അതുകൂടാതെ
ഇവിടെ 2 ക്ലാസ് ഉണ്ട് അല്ലേ, ഒന്ന് വെഹിക്കിൾ ക്ലാസ് ഉണ്ട്, ഒന്ന് കാറിൻ്റെ ക്ലാസ് ഉണ്ട്. സോ വെഹിക്കിൾ ക്ലാസ്സിനെ ഞാൻ സിംപ്ലി ഇങ്ങനെ എഴുതാം, ക്ലാസ് വെഹിക്കിൾ. അതിൻ്റെ അകത്ത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു? സ്റ്റാർട്ട് മെത്തേഡ് ഉണ്ട്, സ്റ്റോപ്പ് മെത്തേഡ് ഉണ്ട്. അപ്പം ഞാൻ വോയിഡ് സ്റ്റാർട്ടിൻ്റെ അകത്ത് ചുമ്മാ ഞാൻ ജസ്റ്റ് സിസ്റ്റം ഡോട്ട് പ്രിന്റ്എൽഎൻ വെഹിക്കിൾ ഇസ് സ്റ്റാർട്ടിംഗ് എന്ന് കൊടുത്തു. ഇനി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് വെഹിക്കിൾ ഇസ് സ്റ്റോപ്പിംഗ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ക്ലാസ് വെഹിക്കിൾ അവിടെ തീർന്നു. അതിനുശേഷം വരുന്നത് കാർ. കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വെറുതെ ക്ലാസ് കാർ എന്ന് എഴുതാൻ പറ്റത്തില്ല, കാരണം കാർ ഇസ് എ ക്ലാസ് ദാറ്റ് ഈസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടി ഫ്രം ദ പാരൻറ്റ് ക്ലാസ് ആയ വെഹിക്കിൾ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റെൻസ് കീവേഡാണ്. സോ ക്ലാസ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈൽഡ് ക്ലാസ്. എക്സ്റ്റെൻസ് എവിടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു? യെസ്, പാരൻറ്റ് ക്ലാസ് ആയ വെഹിക്കിൾ. സോ ക്ലാസ് കാർ എക്സ്റ്റെൻസ് വെഹിക്കിൾ. അതിൻ്റെ അകത്ത് ഈ കാറിൻ്റെ മാത്രം ബിഹേവിയർ ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. ആര്? ഡ്രൈവ്. സോ ഡ്രൈവ്, അതായത് ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, ദെൻ എൻ്റെ പാരൻസിൻ്റെ ബിഹേവിയറും കൂടെ കാണും. മീൻസ് പാരൻസിൻ്റെ ബിഹേവിയർ ഇൻഹെറിറ്റ് ചെയ്ത് കാണാം. സോ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ബിഹേവിയർ ഉണ്ട്, അതാണ് ഇവിടെ. ഇപ്പോൾ കാർ എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ്സിന് സ്വന്തമായിട്ടൊരു ഓൺ ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഡ്രൈവ്. അതുകൂടാതെ എന്ത് ചെയ്യാം? സ്റ്റാർട്ടും സ്റ്റോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? കാർ എന്ന് പറഞ്ഞാൽ ഈസ് എ ചൈൽഡ് ക്ലാസ് ഓഫ് വെഹിക്കിൾ. കാർ ഈസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഫ്രം ദ വെഹിക്കിൾ ക്ലാസ്. അപ്പോൾ സ്റ്റാർട്ട് മെത്തേഡും സ്റ്റോപ്പ് മെത്തേഡും ഓൾറെഡി എന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി വോയിഡ് മെയിൻ്റെ അകത്ത് ഇനി ഞാൻ 2 ക്ലാസ് ഉണ്ട് അല്ലേ, വെഹിക്കിളും ഉണ്ട്, വെഹിക്കിളും ഉണ്ട്, കാറും ഉണ്ട്. ഏത് ക്ലാസ്സിലും ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? കാരണം ഇത് നോക്കിയേ, ഇതിപ്പം എൻ്റർലി 2 ഡിഫറെൻറ്റ് ക്ലാസ് ആണല്ലേ. എനിക്കത് വോയിഡ് മെയിൻ്റെ അകത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ ഓർ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ? പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ ഓർ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ? യെസ്, ഡെഫിനറ്റ്ലി ചൈൽഡ് ക്ലാസ്സിൻ്റെയാണ്. കാരണം നമുക്ക് ചൈൽഡ് ക്ലാസ്സിൻ്റെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലി അത് ഓട്ടോമാറ്റിക്കലി ആരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? പാരൻറ്റ് ക്ലാസ്സിന്. സോ ആരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി? ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താ? കാർ. സോ കാർ, മൈ കാർ ഇസ് ഈക്വൽ ടു ന്യൂ കാർ. അപ്പോൾ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റായ മൈ കാർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? മൈ കാർ ഡോട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി മൈ കാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഒബ്ജക്റ്റ് ആണേ, പക്ഷെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ മെത്തേഡാണേ. അതെങ്ങനെയാണ്? വേറൊരു ക്ലാസ്സിൻ്റെ മെത്തേഡിനെ വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് ഇൻവോക്ക് ചെയ്യാൻ പറ്റുമോ? നോർമൽ കേസിൽ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കാർ എന്ത് ചെയ്യുന്നു? വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസായ സ്റ്റാർട്ടിനെ സ്റ്റോപ്പിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ കൊടുത്തു, കാർ എക്സ്റ്റെൻസ് വെഹിക്കിൾ. ദാറ്റ് മീൻസ് കാർ ഈസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫ്രം വെഹിക്കിൾ. സോ അതുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും, എറർ കാണിക്കില്ല. അതർവൈസ് അതൊരു എറർ കാണിക്കും. ഞാൻ ജസ്റ്റ് പ്രോഗ്രാം അത് റൺ ചെയ്ത് കാണിച്ചു തരാം ഡിഫറൻസും. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എററും കാണിക്കത്തില്ല. മൈ കാർ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തെ മൈ കാർ ഈവൻ അത് കാറിൻ്റെ ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ വെഹിക്കിളിൻ്റെ മെത്തേഡിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സോ മൈ കാർ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ പോകും, വെഹിക്കിൾ സ്റ്റാർട്ടിങ് വരും. അതാണ് ഇവിടെ ഫസ്റ്റ്, അതാണ് വെഹിക്കിൾ സ്റ്റാർട്ടിങ് വന്നത്. അടുത്തെന്താ? മൈ കാർ ഡോട്ട് സ്റ്റോപ്പ്. അപ്പോൾ ഈ സ്റ്റോപ്പിൽ പോകുമ്പോഴത്തേ അവിടെ എന്താ കൊടുത്തത്? വെഹിക്കിൾ സ്റ്റോപ്പിംഗ്, അത് വരും. പിന്നെ എന്താ? മൈ കാർ ഡോട്ട് ഡ്രൈവ്, കാറിൻ്റെ സ്വന്തം മെത്തേഡ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ മെത്തേഡാണ്, അതേപോലെ സ്റ്റോപ്പും വെഹിക്കിളിൻ്റെ മെത്തേഡാണ്. മീൻസ് ഇത് രണ്ടും പാരൻറ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സ്വന്തം ക്ലാസ്സിൻ്റെ മെത്തേഡാണ്. അതിനെ വിളിക്കാനായിട്ട് മൈ കാർ ഡോട്ട് ഡ്രൈവ് എന്ന് കൊടുക്കാൻ ഒരു എററും വരത്തില്ല, കാരണം സ്വന്തം മെത്തേഡാണ്. സോ അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ സെയിം പ്രോഗ്രാം ക്ലാസ് വെഹിക്കിളിൻ്റെ അകത്ത് സ്റ്റാർട്ട് മെത്തേഡും സ്റ്റോപ്പ് മെത്തേഡും ഉണ്ട്. ഇനി കാർ എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ് ആണ്, അത് പാരൻറ്റ് ക്ലാസ്സായ വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിൻ്റെ സ്വന്തം മെത്തേഡാണ് ഡ്രൈവ്. സോ നമ്മൾ അതിൻ്റെ അകത്ത് വോയിഡ് മെയിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു?
ഈ പറയുന്ന ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റാർട്ടിനെ വിളിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വെഹിക്കിൾ ഈസ് സ്റ്റാർട്ടിങ്, വെഹിക്കിൾ ഈസ് സ്റ്റോപ്പിംഗ്. അതിനുശേഷം കാരണം നമ്മൾ മൈ കാർ ഡോട്ട് സ്റ്റാർട്ടാണ് വിളിക്കുന്നത്. അപ്പം നേരെ സ്റ്റാർട്ടിൻ്റെ അവിടെ പോയി വെഹിക്കിൾ ഈസ് സ്റ്റാർട്ടിങ് വരും. ഇനി മൈ കാർ ഡോട്ട് സ്റ്റോപ്പാണ് വരുന്നത്, അത് സ്റ്റോപ്പിൻ്റെ അവിടെ പോയിട്ട് വെഹിക്കിൾ ഈസ് സ്റ്റോപ്പിംഗ് വരും. ഇനി മൈ കാർ ഡോട്ട് ഡ്രൈവ് വരും. ഡ്രൈവ് വരുമ്പോൾ നോർമലി കാർ ഈസ് ഡ്രൈവിങ്. ഇങ്ങനെ ഔട്ട്പുട്ട് വരും. ഇതിപ്പം ഞാൻ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ. മീൻസ് ഞാൻ ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു സിംപ്ലി ഒരു രണ്ട് സിമ്പിൾ ക്ലാസ് ആണ്. കാറ് വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതേ ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. നോക്കിക്കേ, ഇതിൻ്റെ എറർ വരുന്നത് നോക്കിക്കേ. വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് മെത്തേഡാണ്. പിന്നെ മൈ കാർ വെച്ചിട്ട് എങ്ങനെ ആക്സസ് ചെയ്യുന്നു? കാരണം വേരിയബിൾ മൈ കാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ടൈപ്പാണ്. സോ ആ ഒരു മൈ കാർ വെച്ചിട്ട് വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് മെത്തേഡിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു? ക്ലിയർ ആയോ? കാരണം ഈ സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? വെഹിക്കിളാണ്. രണ്ട് ഡിഫറെൻറ്റ് ക്ലാസ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡിഫറെൻറ്റ് ക്ലാസ് ആണ്. അപ്പോൾ എറർ വരും. അതേപോലെ തന്നെ സ്റ്റോപ്പ് ക്ലാസ്സും ആരുടെയാണ്? വെഹിക്കിളിൻ്റെ സ്റ്റോപ്പ് മെത്തേഡാണ്. പിന്നെ എങ്ങനെ മൈ കാർ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നു? പക്ഷെ ഇവിടെ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ? ഇല്ല. കാരണം ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇത് ഞാനൊന്ന് മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. എങ്ങനെ വരും? കാർ ഈസ് ഡ്രൈവിങ്. കാരണം എന്താണ്? മൈ കാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ടൈപ്പാണ്. അപ്പോൾ കാറിൻ്റെ നേരെ എവിടെ പോകും? ക്ലാസ് കാറിൻ്റെ അകത്ത് വരും. അതിൻ്റെ അകത്ത് ഡ്രൈവിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവ് എന്താണ്? കാർ ഈസ് ഡ്രൈവിങ്. പക്ഷെ മൈ കാർ ഡോട്ട് സ്റ്റാർട്ട് ആണെങ്കിൽ മൈ കാർ ആണെങ്കിൽ നേരെ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ മൈ കാർ ആരുടെ ഒബ്ജക്റ്റ് ആണോ നോക്കും. അപ്പോൾ മൈ കാർ ആരുടെ ഒബ്ജക്റ്റാണ്? കാറിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ നേരെ ക്ലാസ് കാറിൽ പോകും. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റാർട്ട് കണ്ടോ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ സെർച്ച് ചെയ്യും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. അതാണ് എറർ കാണിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിലോ മൈ കാർ ഡോട്ട് ഡ്രൈവ് എന്ന് പറയുമ്പോൾ മൈ കാർ എടുക്കും. മൈ കാറാണ് നേരെ അത് ഏത് ക്ലാസ്സാണ് നോക്കും. ഏത് ക്ലാസ്സാണ്? കാർ. അപ്പോൾ നേരെ ക്ലാസ് കാറിൻ്റെ അകത്ത് പോകും. അതിൻ്റെ അകത്ത് ഡ്രൈവ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടോ? യെസ്. സോ അതിൻ്റെ അകത്ത് കയറി അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടെ വെഹിക്കിൾ ഈസ് സ്റ്റാർട്ടിങ്, സ്റ്റാർട്ട് മെത്തേഡിനെ സ്റ്റോപ്പ് മെത്തേഡിനെ എനിക്ക് ആക്സസ് ചെയ്യണം. ഹൗ? ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ എനിക്ക് സ്റ്റാർട്ടിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ്, അതായത് വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ കൊടുത്തേ, മൈ വെഹിക്കിൾ എന്ന് തന്നെ കൊടുക്കാം. മൈ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റാണ്. ഇസ് ഈക്വൽ ടു ന്യൂ വെഹിക്കിൾ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് മൈ കാറിന് പകരം മൈ വെഹിക്കിൾ വെച്ച് ഇൻവോക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. കണ്ട, വെഹിക്കിൾ സ്റ്റാർട്ടിങ് വന്നു. കാരണം എന്താണ്? മൈ വെഹിക്കിൾ ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കും മൈ വെഹിക്കിൾ ആരുടെ ഒബ്ജക്റ്റ് ആണെന്ന് നോക്കും. മൈ വെഹിക്കിൾ ആരുടെ ഒബ്ജക്റ്റാണ്? വെഹിക്കിളിൻ്റെ ഒബ്ജക്റ്റ്. അപ്പം നേരെ എവിടെ പോവും? വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് പോവും. വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് പോവും. അതാണ് ഇത്രയും. വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് പോവും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, സ്റ്റാർട്ടിനെ വിളിക്കാൻ. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ഉണ്ടോ? യെസ്, സ്റ്റാർട്ട് ഉണ്ട്. സോ അതിൽ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? വെഹിക്കിൾ ഈസ് സ്റ്റാർട്ടിങ്. അതാണ് ഇവിടെ വെഹിക്കിൾ ഈസ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ് വന്നിരിക്കുന്നത്? മൈ കാർ ഡോട്ട് ഡ്രൈവ്. മൈ കാർ ആരുടെ ഒബ്ജക്റ്റാണോ നോക്കും. മൈ കാർ ആരുടെ ഒബ്ജക്റ്റാണ്? കാർ. അപ്പോൾ നേരെ ഏത് ക്ലാസ്സിലോട്ട് പോവും? ക്ലാസ് കാറിലോട്ട് പോവും. അവിടെ വന്നിട്ട് ആരെ വിളിക്കാൻ പറയും? ഡ്രൈവിനെ വിളിക്കാൻ. ഡ്രൈവിൻ്റെ അകത്തുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ആവും. സോ നിങ്ങൾക്ക് ഇപ്പം എന്ത് മനസ്സിലായി? ഒരു ക്ലാസ്സിനെ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഒരു പർട്ടിക്കുലർ ഇത് എന്താണ്, ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യാൻ എനിക്ക് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. സോ ഞാനിവിടെ എന്താണ്
ഞാൻ റീറൈറ്റ് ചെയ്യുന്നു. കോഡിനെ ഞാൻ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല അല്ലേ. അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ കാറിന് ഞാൻ വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. മീൻസ് വെഹിക്കിള് ഇവിടെ എന്താണ്, ഞാനിപ്പോൾ കാറ് ഈ വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ മെത്തേഡ്, അതിൻ്റെ ഒബ്ജക്റ്റ്, കാറിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ എനിക്ക് വെഹിക്കിളിൻ്റെ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്ത് എററൊന്നും വരത്തില്ല. ഓക്കെ, ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോഗ്രാം നോക്കിക്കേ. ഇപ്പം എനിക്ക് ഏരിയ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, വോളിയം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ ലെങ്തും ബ്രെഡ്ത്ത്, ഏരിയൻ്റെ ഫീൽഡ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് ലെങ്തും ബ്രെഡ്ത്തും, അത് എല്ലും ബിയും എയും. അതിൻ്റെ മെത്തേഡാണ് ക്യാൽ. സോ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത്, കാരണം എല്ലും ബിയും ആരുടെ വേരിയബിൾസ് ആണ്, ഏരിയയുടെ വേരിയബിളാണ്. സോ ഞാൻ ലെങ്തും ബ്രെഡ്ത്തും എല്ലും ബിയും വെച്ചിട്ട് ഞാൻ ഏരിയ കണ്ടുപിടിക്കുന്നു, അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ക്ലാസ് വോളിയത്തിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ലെങ്തും ബ്രെഡ്ത്തും കൊടുത്തിട്ട് ഹൈറ്റും, അപ്പോൾ എല്ലും ബിയും എച്ചും ഞാൻ 3 ഫീൽഡ് വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ മെത്തേഡായ ക്യാൽ 1 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെയും 10ഉം 20 കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, 10ഉം 20. അപ്പോൾ ഈ വോളിയത്തിന് 3 ഫീൽഡ് ഉണ്ടല്ലേ, എൽ, ബി, എച്ച്, ദെൻ ഒരു മെത്തേഡ് ഉണ്ട്, ക്യാൽ 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വോളിയം കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ ഒരു വോളിയം മീൻസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാലിനെ ഇൻവോക്ക് ചെയ്യണം. ക്യാലിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഏരിയയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏരിയയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് OBJ ഡോട്ട് ക്യാൽ വിളിച്ചു. അടുത്ത ഇനി വോളിയത്തിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലോ ഈ ക്യാൽ 1നെ വിളിക്കണം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതാണ് OBJ 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്താ വരുന്നത് നോക്കാം. 200ഉം 1000. അതായത് ആദ്യം ആരെ വിളിക്കും, OBJ ഡോട്ട് ക്യാലിനെ വിളിക്കും. അപ്പോൾ OBJ ആരുടെ ഒബ്ജക്റ്റാണ് നോക്കും, ആരുടെ ഒബ്ജക്റ്റാണ് ഏരിയ. അപ്പോൾ നേരെ ഏരിയ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് കയറും. എന്നിട്ട് ക്യാലിനെ വിളിക്കാൻ പറഞ്ഞു. ക്യാലിൻ്റെ അകത്ത് A = L × B, L എന്ന് വെച്ചാൽ 10 × 20. ഇതിൽ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, 10 × 20 200. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത എന്താണ്, OBJ 1 ഡോട്ട് ക്യാൽ 1. OBJ 1 ആരുടെ ക്ലാസ്സാണ്, വോളിയം. അപ്പോൾ നേരെ ആരുടെ ഒബ്ജക്റ്റ്, ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്, വോളിയം. അപ്പോൾ നേരെ വോളിയം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണാം, ക്യാൽ 1 ഉണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ആരെ വിളിക്കണം, ക്യാൽ 1. അപ്പോൾ നേരെ ക്യാൽ 1ൻ്റെ അകത്ത് പോവും. വോളിയം = L × B × H, അത് 10 × 20 200, 200 × 5 1000. അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. സോ ഇവിടെ എന്തെങ്കിലും ഡബിൾ വർക്കാണ് ചെയ്തത് അല്ലേ, കാരണം ദ സെയിം എല്ലിൻ്റെയും, അതായത് L = 10 B = 20. ഇവിടെയും നിങ്ങൾ L = 10 B = 20. നിങ്ങൾ എന്തിനാണ് 2 തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു? Why you are using L and B the same value in both the methods? എന്തിനാണ്? കാരണം നമുക്ക് L × B കണ്ടുപിടിച്ചാൽ മതി. എല്ലിൻ്റെ വാല്യൂ രണ്ടിലും സെയിം ആണ്. ഏരിയയിലും വോളിയത്തിലും നമുക്ക് L × B, കാരണം എല്ലിൻ്റെ വാല്യൂ ലെങ്ത്തിൻ്റെ 10 തന്നെയാണ്, ബ്രെഡ്ത്ത് 20 ആണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഡബിൾ എന്താണ് എക്സിക്യൂഷൻ ഇവിടെ നടത്തിയത്, ആവശ്യമുണ്ടോ? കാരണം ഇവിടുത്തെ ഏരിയനെ ഇവിടെ ആക്സസ് ചെയ്താൽ പോരെ. അതായത് എനിക്കിവിടെ എന്ത് ചെയ്താൽ മതി, ഈ L × B പകരം A എന്ന് കൊടുത്താൽ പോരെ. എന്നിട്ട് ഇവിടെ ശരിക്കും A എന്ന് പറഞ്ഞ സാധനമേ ആവശ്യമില്ല അല്ലേ. ഇവിടെ ഒരു വേരിയബിളെ ആവശ്യമില്ല, കാരണം A ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും A
എൻ്റെ വാല്യൂ ഇവിടെ എൽ ഇൻറ്റു ബി ആയ എത്ര വരും? ഇവിടെ എൻ്റെ വാല്യൂ 10 × 20 ആയ 200 ഇവിടെ വരും നമ്മൾ വിചാരിക്കും. അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കും ആ 200 ഇൻറ്റു നമ്മൾ വിചാരിക്കും എച്ചിൻ്റെ വാല്യൂ 5, അങ്ങനെ നമുക്ക് 1000 കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നോക്കാം. ഇത് ഔട്ട്പുട്ട് എററാണ്. കാരണം എന്താണ്? വേരിയബിൾ എ എന്ന് പറഞ്ഞ ക്ലാസ് വോളിയത്തിൻ്റെ അകത്താണ് കിടക്കുന്നത്. വേരിയബിൾ എ എന്ന് പറയുന്നത്, ഈ വേരിയബിൾ എ എവിടെ കിടക്കുകയാണ്? വേരിയബിൾ എ എവിടെ കിടക്കുകയാണ്? ഏരിയക്കകത്ത് കിടക്കുകയാണ്. ഇവിടെ എ അത് ഡിഫറെൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ എനിക്കങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എനിക്ക് ആ ഒരു ക്ലാസ്സിനെ എനിക്ക് എന്ത് ചെയ്താൽ മതി? എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സോ എക്സ്റ്റെൻസ് എന്ത് വരും? ഏരിയ. എക്സ്റ്റെൻസ് ഏരിയ ആ ഒരു ടേം മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ ആ ഒരു ടേം കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. എന്ത് വന്നു? 200. അതായത് ഓക്കെ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? obj.cal കൊടുത്തു. obj എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയക്കകത്തിരിക്കുകയാണ്. ഏരിയയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് 200 വന്നു. അത് ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, വോളിയത്തിൻ്റെ ഒബ്ജക്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിനെ വിളിക്കുമ്പം വോളിയത്തിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ cal 1നെ വിളിക്കുമ്പം നിങ്ങൾ നോക്കിക്കേ, ഇൻറ്റു വി = a × h ആണ് വന്നിരിക്കുന്നത് അല്ലേ? a × h. എൻ്റെ വാല്യൂ ഇവിടെ എന്തെങ്കിലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ല. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? സ്റ്റിൽ 0 ആണ് വരുന്നത്. സോ 0 × 5 എന്ന് പറഞ്ഞാൽ 0. നമ്മൾ ശരിക്കും ഇവിടെ ഏതാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്? ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? അപ്പോൾ ചൈൽഡ് ക്ലാസ് എന്ന് വെച്ചാൽ വോളിയം obj1 = ന്യൂ വോളിയം. ഇനി cal എന്നൊന്ന് വിളിച്ച് നോക്കാം. ഔട്ട്പുട്ട് എന്ത് വരും? സ്റ്റിൽ 0. കാരണം നമ്മൾ ആരെ വിളിച്ചില്ല? കാലിനെ വിളിച്ചില്ല. കാരണം cal ഇയാളെ വിളിച്ചാൽ മാത്രമല്ലേ എൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. സോ obj1.cal. ഇവിടെ എന്തെങ്കിലും എറർ കാണിക്കുമോ? ഇല്ല. കാരണം എന്താണ്? obj1 എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ ക്ലാസ് ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ആരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ അവിടത്തുള്ള കാലിനെ വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സോ ഇപ്പോൾ ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ obj1.cal വോളിയമാണ്. വോളിയം ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ആ ഏരിയനെ. അതുകൊണ്ട് കാലിനെ വിളിക്കുമ്പം നേരെ കാലിൻ്റെ എന്ത് വരും? വാല്യൂ അവിടെ എന്ത് വരും? 200 എന്ന് വരും. സോ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഡെഫിനറ്റ്ലി 200 എന്ന് വന്നു. അടുത്ത എന്താണ്? obj1.cal1 വിളിക്കുമ്പം cal1 എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ സ്വന്തം ഒബ്ജക്റ്റ് മീൻസ് മെത്തേഡ് തന്നെയാണ്. അവിടെ ഓൾറെഡി എൻ്റെ വാല്യൂ വന്നു. എത്ര? 200 × 5 ചെയ്യത്തുള്ളൂ. ദാറ്റ് ഇസ് 1000. സോ ഇവിടെ നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടി വന്നോ? ഈ ലെങ്തും ബ്രെഡ്ത്തും ആരുടെ പ്രോപ്പർട്ടീസ് ആയിരുന്നു? പാരൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു, ഏരിയയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അത് ജസ്റ്റ് എനിക്കെന്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റി. പ്ലസ് അഡീഷണലായ എച്ചും കൂടെ. സോ ഇങ്ങനെയാണ് ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.